യൂനസ് കിടന്ന് നിലവിളിക്കുകയാണ് മാഷെ. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടുക്കടലിൽ നിൽക്കുകയാണ്. അതായത് ചെകുത്താനും കടലിന്റെ നടുവിൽ ഒരു ഭാഗത്ത് ഇന്ത്യ, ഒരു ഭാഗത്ത് ട്രംപ്. ഇതിൽ ആരാണ് ചെകുത്താൻ, ആരാണ് കടൽ എന്നിപ്പോ ഇപ്പോഴും യൂനസിന് മനസ്സിലാകുന്നില്ല. മറു സൈഡിൽ മകൾക്കെതിരെ വമ്പൻ നീക്കവുമായി ട്രംപ് എത്തുന്നു. ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിർത്തുകയാണ്, ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ. ഇന്ത്യയെ തകർക്കാൻ നിങ്ങൾ ലക്ഷ്യമിടുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്നുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകിയിരിക്കുന്നു. ഇനി ബംഗ്ലാദേശ് എന്ത് ചെയ്യും? ട്രംപ് ലോകത്തിൻ്റെ ക്രമത്തെ തന്നെ മാറ്റാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള അതുവരെ ഉണ്ടായിരുന്ന ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും അടിച്ച് പൊളിച്ചിട്ടാണ് ഒന്നാമത് അമേരിക്ക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒന്നാമത് അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകളിൽ മാറ്റം വരികയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സ്വർഗ്ഗഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ഫ്രീഡം സ്റ്റാച്യു എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം അതിൻ്റെ സൂചനയായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നൊരു കാലമാണ് അമേരിക്കയുടെ ഭൂതകാലം എന്ന് പറയും. അത് ട്രംപ് അങ്ങ് പൊളിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ട്രംപ് അധികാരമേറ്റതിന് ശേഷം നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു. അതെല്ലാം തന്നെ അമേരിക്കയെ പുനർനിർമ്മിക്കുന്നതോ മാറ്റിമറിക്കുന്നതോ ആയിട്ടുള്ള തീരുമാനമാണ്. അതിലൊന്നാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിന് എതിരായിട്ടെടുത്തിരിക്കുന്ന നിലപാട്. ബംഗ്ലാദേശിന് എതിരായ നിലപാട് എന്ന് പറഞ്ഞാൽ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ്, കണ്ടവനൊക്കെ ഞങ്ങൾ സഹായം കൊടുക്കുന്ന പരിപാടി നിർത്തിയതാണ്. അത് ട്രംപ് വിളിച്ചു പറയുന്നു. അങ്ങനെ ബംഗ്ലാദേശിനുള്ള എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും അതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമായ ഒന്നല്ല. ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി അടുപ്പത്തിലാണോ? അല്ല. ഇന്ത്യയുമായി അടുപ്പത്തിലാണോ? അല്ല. ചൈനയുമായി അടുപ്പത്തിലാണോ? അല്ല. താലിബാനായിട്ട് അടുപ്പത്തിലാണോ? ആരുമായിട്ടും അടുപ്പത്തിലല്ല എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയ കാലാവസ്ഥ തിളച്ചു മറിയുകയാണ് ചെയ്യുന്നത്. ഒന്ന്, അവിടെ ഉണ്ടായ ആ കലാപം എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായിട്ടുള്ള കലാപമായിട്ട് ചില ആളുകളൊക്കെ വ്യാഖ്യാനിക്കുമെങ്കിലും അത് അങ്ങനത്തതല്ല എന്ന് അതിൻ്റെ തുടർ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന തീവ്രവാദികളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് യൂനസ് അധികാരത്തിൽ നിൽക്കുന്നത്. യൂനസ് നേരത്തെ വലിയ രീതിയിൽ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ളതായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ യൂനസിൻ്റെ മുന്നിലിങ്ങനെ അദ്ദേഹത്തെ തന്നെ വിഴുങ്ങുന്ന തരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടി സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ബംഗ്ലാദേശിനെ പതുക്കെ ഇങ്ങനെ പിടിച്ചു കയറാൻ കഴിയുമായിരുന്നു. ആ സാധ്യതയെ സമ്പൂർണ്ണമായിട്ട് അടച്ചിരിക്കുകയാണ്. കാരണം കലാപത്തിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഒട്ടും സുഖകരമല്ല. അതിനും പല കാരണങ്ങളുണ്ട്. ഒന്നവിടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം. എന്തിന് വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുള്ളെങ്കിൽ അവരെയും കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഈ തീവ്രവാദി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയുടെ സഹായമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. ബൈഡൻ ആയിരുന്ന സമയത്ത് ബൈഡൻ്റെ കുറച്ച് സ്നേഹവായ്പൊക്കെ കിട്ടി, അങ്ങനെ കുറച്ച് പണമൊക്കെ കിട്ടി. ഒരു പിടിച്ച് കവന്ന് കയറുന്ന സമയത്താണ് ട്രംപ് വന്ന് അത് മുഴുവൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബംഗ്ലാദേശിൻ്റെ സാമ്പത്തികമായ അടിത്തറ തന്നെ തീരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൊടും പട്ടിണിയിലേക്ക് പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശ് മാറുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ സഹായം കൂടി കിട്ടാതെ വരുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് അരക്കൻ ആർമിയൊക്കെ ബംഗ്ലാദേശ് പിടിച്ചെടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള നീക്കം അത് ഇന്ത്യയെ കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ബംഗ്ലാദേശിനെ ഇത്തരത്തിൽ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ട്രംപ് നീങ്ങുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കോവിഡാനന്തര കാലത്ത് ഓരോ രാഷ്ട്രത്തിൻ്റെയും കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളും അതേപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ഒരു ലോകക്രമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ഒരു ഇരുധ്രുവ ലോകത്തിൻ്റെ തകർച്ചയും ഏകലോക ധ്രുവീകരണത്തിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോക സംവിധാനത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അതെല്ലാം പോയി ഇപ്പോൾ ഓരോ രാഷ്ട്രവും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്.
ഇന്ത്യയും അങ്ങനെയാണ്, പാകിസ്ഥാൻ അങ്ങനെയാണ്, ചൈന അങ്ങനെയാണ്, അമേരിക്ക അങ്ങനെയാണ്, റഷ്യ അങ്ങനെയാണ്, ഫ്രാൻസ് അങ്ങനെയാണ്, ബ്രിട്ടൻ അങ്ങനെയാണ്, എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെയാണ്. അവർക്കെന്ത് ഗുണം കിട്ടും? ഒരു എന്താണ് ഫോറിൻ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെന്ത് ഗുണം കിട്ടും എന്ന രീതിയിലാണ് ഓരോ രാജ്യത്തിൻ്റെയും വിദേശകാര്യ നയതന്ത്ര പരിപാടികൾ പാകപ്പെട്ടു വരും. അങ്ങനെ വരുന്ന സമയത്താണ് ബംഗ്ലാദേശും ഇന്ത്യയും നിൽക്കുകയും ഇന്ത്യക്ക് ബംഗ്ലാദേശിനോട് അപ്രതിപത്തി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അമേരിക്ക നോക്കുകയാണ്. ഇതിൽ ആരുടെ കൂടെ നിന്നാൽ അമേരിക്കയ്ക്ക് ഗുണമുണ്ട്. ട്രംപിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഒന്ന്, ട്രംപിൻ്റെ സുഹൃത്താണ് മോദി. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നതും ചൈന എന്ന് പറയുന്നതും അമേരിക്കയുടെ മൾട്ടിനാഷണൽ കൾച്ചറിനെ, അതിൻ്റെ ആ മൾട്ടിനാച്ചർ കോംപ്ലക്സിനെ, ആ സിസ്റ്റത്തെ വളരെ രീതിയിൽ പുഷ്ടിപ്പെടുത്താനായിട്ട് ഉപയുക്തമായിട്ടുള്ള രാജ്യങ്ങളാണ്. കാരണം ജനങ്ങളാണ് ഇന്ന് അവർക്ക് ആവശ്യം. കാരണം മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. അങ്ങനെയുള്ള രാജ്യങ്ങളെ കൊണ്ട് ഗുണമുള്ളൂ. ശരിക്കും പറഞ്ഞ് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഒരു തരത്തിലും അവനെ ഷേഖ് ഹസീനയുടെ സമയത്ത് അങ്ങനെ തന്നെയാണോ? അല്ലല്ലോ. അല്ല, ഇതിലും മെച്ചപ്പെട്ട ഒരു ബാലൻസിങ് സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അത് പെട്ടെന്ന് പൊളിഞ്ഞു പോയാലോ. ഒരു ഭരണകൂട സംവിധാനം തകർന്ന് ദുർബലമായിപ്പോയി സമയത്ത് പുതുതരണം ഉണ്ടാകുന്ന ഒരു പീരീഡ് ഉണ്ട്. നമ്മൾ ട്രാൻസിഷൻ പീരീഡ് എന്ന് തന്നെ പറയാം. ഒരു സംക്രമണ കാലമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സംക്രമണ കാലമാണ്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ്. അതായത് ഒരു സ്ഥിരതയുള്ള ഭരണകൂടം തകർന്നു പോവുകയും പകരം സ്ഥിരതയുള്ള ഭരണകൂടം ഉണ്ടായെന്നും ഉറപ്പുവരാത്തതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഓരോ പൗരനും അവരുടെ പർച്ചേസിങ് പവർ എന്താണ്, അത് വളരെ 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 ലോ ആയി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ പർച്ചേസിങ് പവറാണ് യഥാർത്ഥത്തിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. പർച്ചേസിങ് പവർ ഇല്ലാത്തതായിട്ടുള്ള സ്ഥലത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് വിറ്റഴിക്കാനായിട്ട് കഴിയില്ല. ഇന്ത്യയിൽ അതിൻ്റെ സാധ്യത കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ട്രംപോ അതേപോലെയുള്ളതായിട്ടുള്ള അധികാരികൾ ബംഗ്ലാദേശിനെ വിട്ടുകളഞ്ഞ് ഇന്ത്യയുടെ ഒപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു വിദേശ നയതന്ത്രത്തിൻ്റെ ഒരു അടിത്തറയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഗുണം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആരും അതിൻ്റെ ഇടപെടാണ്ടിരുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുക എന്ന് മാത്രം അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ലോകക്രമമല്ല. നേരത്തെ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇടപെടും. യുദ്ധം ചെയ്തില്ലെങ്കിലും അവർ ശബ്ദിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനെന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒരു റിസൾട്ടും ഇല്ല. നിങ്ങളെന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്കൊരു പരിക്കുണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് രാജ്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കാര്യത്തിൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അങ്ങനത്തെ സമീപനമാണ് എല്ലാ രാഷ്ട്രങ്ങളും എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രംപ് അത് വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു, ഇല്ലടേ നിങ്ങൾക്കുള്ള സഹായമൊക്കെ നിർത്തി, നിങ്ങൾ വേറെ വല്ല പണി നോക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിനെ ഉപേക്ഷിക്കുക. രണ്ട്, ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയും. അവിടെയും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെ കുടിയേറിയ ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെ പുറത്താക്കുന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യക്കാരായ ആളുകൾ അവിടെയുള്ളത്. അവരൊക്കെ പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് കയറി കസേരയിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വശത്തുണ്ട്. മറുവശത്ത് ഒരു വശത്ത് ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമയം അങ്ങനെയാണ്. അതായത് ശരി, അങ്ങനത്തെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തുവരും എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.